അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ തുടർ ചികിത്സ വൈകും. കോടനാട് ആനക്കൂടിന് ബലക്ഷയമുള്ളതിനാൽ പുതിയ കൂട് നിർമ്മിച്ച ശേഷം മാത്രമായിരിക്കും ആനയെ പിടികൂടുക. ഡോക്ടർ അരുൺ സക്രിയ ഇന്ന് വയനാട്ടിലേക്ക് മടങ്ങും. മസ്തകത്തിലെ മുറിവിൽ നിന്നും പുഴു വലിച്ചിറങ്ങുന്ന അവസ്ഥയിലാണ് കാട്ടാന. മുറിവിലേക്ക് ഇടവേളകളിൽ മണ്ണ് വാരി എറിയുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മയക്കുവെടി വെച്ച് നൽകിയ ചികിത്സ ഫലപ്രദമാകാതെ വന്നതോടെ തുടർ ചികിത്സ അനിവാര്യമായിരിക്കുകയാണ്. നിലവിൽ ആനയ്ക്ക് അണുബാധയുണ്ടെന്നും തലച്ചോറിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു. ചികിത്സയ്ക്ക് 30% വിജയസാധ്യതയും 70% പരാജയ സാധ്യതയുമുണ്ട്. എന്നിരുന്നാലും ചികിത്സ നൽകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കോടനാട്ടെ കൂട് ശക്തിപ്പെടുത്തും. പരിചയസമ്പന്നരായ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തും. 3-4 ദിവസം ഇതിന് ആവശ്യമാണ്. നിലവിൽ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു. ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്, തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഒരു ക്യാപ്റ്റിവിറ്റിയിൽ നമുക്ക് ഒരുപക്ഷെ അതിന് പിടിച്ച് അതിനൊരു ക്യാപ്റ്റീവായിട്ട് എടുത്തിട്ട് ചിലപ്പോൾ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മുറിവ് ഉണക്കണം. അന്ന് തന്നെ കൊടുത്തത് വളരെ ഹെവി പ്രൊലോങ്ഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അത് തന്നെ ഒരു 70-30% പറയുന്നത്. ആനയുടെ ആരോഗ്യസ്ഥിതി അരുൺ സക്രിയയും സംഘവും വിലയിരുത്തി. ഇന്ന് വയനാട്ടിലേക്ക് മടങ്ങുന്ന അരുൺ സക്രിയ പുതിയ കൂട് നിർമ്മിച്ച ശേഷമായിരിക്കും മടങ്ങിയെത്തുക. അമൃത ന്യൂസ്, തൃശൂർ.